ചോദിക്കുന്നത് പെരുന്നാളൊന്നും വേണ്ട, ഒന്നും എടുക്കണ്ട, നൈറ്റി എടുത്താ പോരെ എന്നൊക്കെ പറഞ്ഞു. അതുമല്ല, ഞാൻ ഇവരെയൊക്കെക്കാളും ഭയങ്കര വിലയുള്ള പുള്ളിയാട്ടോ. കാരണം എന്റെ ഡ്രസ്സിനാണ് വില, ഇവരുടെയൊക്കെ ഡ്രസ്സിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഏകദേശം 3 രൂപ അടുപ്പിച്ചായതല്ലേ. ഇത് എനിക്ക് മാത്രമായി 3 രൂപ, അതാണ് പ്രശ്നം. ആ കൊള്ളാം, ഇട്ട് നോക്കാനാടി, ട്രയൽ നോക്കാനാ. കൊള്ളാം കൊള്ളാം, പോയി ഇട്ട് നോക്കിട്ട് വാ. എന്റെ പഴയ വീട്ടിൽ ഇടുന്ന ഉടുപ്പ് പോലെ ഉണ്ട്. താങ്ക്സ്. ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ പറഞ്ഞ ശീലായിപ്പോയി. അപ്പം ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് കുഞ്ഞു കാര്യം. ഞാൻ ആദ്യം വിചാരിച്ച് ഷോർട്ട് എടുക്കാന്ന്, പക്ഷെ ഷോർട്ട് എടുത്താൽ 60 സെക്കൻഡിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും, നിങ്ങളോട് നല്ലപോലെ വർത്താനം പറയാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ വിചാരിച്ചൊരു കുഞ്ഞ് വീഡിയോ എടുക്കാണ്. അപ്പം പെരുന്നാളൊക്കെ ആയി, എല്ലായിടത്തും പെരുന്നാൾ മയമാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നും വാങ്ങിക്കുകയോ വറക്കുകയോ ഒന്നും ചെയ്തില്ല. അല്ലേ അണ്ണേ? സമയമുണ്ടല്ലോ ഇപ്പം എല്ലാം. പിന്നെ അതെ, അരിയൊക്കെ ബിരിയാണി അരിയൊക്കെ ഉണ്ട്, വിചാരിച്ചാൽ മതി. പിന്നെ അതുപോലെ വലിയ ആഘോഷമൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളു. അപ്പം വലിയ ഒതുക്കി വാങ്ങലും പറക്കലും ഒന്നും വേണ്ടല്ലോ. ഇതങ്ങ് തലേ ദിവസം പോയി വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ വട്ടം അമ്മ ആണെങ്കിൽ ഒറ്റയ്ക്കാ വീട്ടില്. അമ്മക്ക് ഈ വട്ടം പെരുന്നാള് അനിയനും പ്രവാസിയായി, അത്തായും പ്രവാസിയായി. അതുകൊണ്ട് അമ്മയെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം നമ്മുടെ പൊന്നൂസിനെയും മോനുടനെയും ട്യൂഷൻ ആക്കിയിട്ട് നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ പതുക്കെ പറയാം, ഇല്ലയോ? ഇവരെ തട്ടിയിട്ട് പറയാമേ, ഇവരെ ഇറക്കിയിട്ട് പറയാം. ഇവിടെ ട്യൂഷൻ ക്ലാസ് എത്തി. പൊന്നൂസ് മോണ്ടൻ വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയല്ലേ? എനിക്കൊന്നും പറയാനില്ല. ആകാശത്ത് മേഘം സ്റ്റെപ്പുകളായി നിൽക്കുന്നു. മോനോടൻ ചോദിക്കുന്ന ഈ മേഘമാണോ മറ്റേ മഞ്ഞ്, കാശ്മീരൊക്കെ ഉള്ള മഞ്ഞുണ്ടല്ലോ, അത് ഈ ഇവിടുത്തെ മേഘമാണോന്നാ ഇവൻ ചോദിക്കുന്നത്. എപ്പോഴും ചോദിക്കും. കുറേ അങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ഒന്നും മിണ്ടായിരിക്കുമോ നീ. കാരണം താന്ന് വന്നിട്ട് അവരുടെ കാശ്മീരൊക്കെ ഈ മേഘം താഴെ വന്നിട്ട് മേഘം അങ്ങനെ ഐസ് പോലെ ഇരിക്കില്ലേ, താഴെ അവിടെ എല്ലാം വീണ് കിടക്കുന്ന മോനൂട്ടനെ വെച്ചാൽ. മോനൂട്ടന് ഭയങ്കര ആഗ്രഹം മഞ്ഞുള്ള സ്ഥലത്ത് പോകണം. ഒരു വട്ടം പോണം, അല്ലയോ മോനൂട്ടാ? ഇല്ലയോ? നമുക്ക് പോണം, അല്ലയോ? മഞ്ഞൊക്കെ വാരി കളിക്കണം പോയിട്ട്. ട്യൂഷൻ ക്ലാസ് എത്തി. ട്യൂഷൻ ക്ലാസ് എത്തി. അമ്മായി പെട്ടെന്ന് വരും കേട്ടാ, പിതുക്കെ ഇറങ്ങിയാ മതി. ടാറ്റാ 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 ടാറ്റ ടാറ്റ. പിള്ളേര് കുറവാ. അപ്പൊ പൊന്നൂസിനെയും മോനൂട്ടനെയും ട്യൂഷൻ ക്ലാസ്സിൽ ഇറക്കി വിട്ടു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ പൊന്നൂസിനെ മോണ്ടനെയും കൊണ്ടുപോണ്ടാന്ന് വിചാരിച്ചത് എന്ന് വെച്ചാല് ഇവര് കടയിൽ കിടന്ന് ഓടയും ബഹളം വെക്കുകയും ചെയ്യും. പിന്നെ അതുമല്ല, ഒരു മിനിറ്റ്, അത് മാത്രമല്ല മുത്തുമണി, നമ്മൾ ക്വാളിറ്റി നല്ല സാധനം നോക്കിയായിരിക്കും എടുക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ കളർ നോക്കി എടുക്കും. പൊന്നൂസിന് എപ്പോഴും ഒരു പിങ്ക് കളർ ഇല്ലേ, പിങ്ക് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. അത് അങ്ങ് പിടിച്ചോണ്ടിരിക്കും. പക്ഷെ അത് തുണിയോ സാധനമോ ഒന്നും കൊള്ളത്തില്ലായിരിക്കും. അപ്പം നമ്മളത് വേണമെന്ന് തന്നെ പൊന്ന് ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും ആ മുഖം ഒന്ന് കെറുവിന്റെ ആ മുഖത്ത് തന്നെ നിൽക്കും. അവരോട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞ മോനൂട്ടനും പൊന്നൂസും ട്യൂഷനും പോകത്തില്ല. പൊന്നൂസ് പോവും, മോനൂട്ടൻ പ്രശ്നമാകും. മനസ്സിലായില്ല, പരിപാടി ഉണ്ടെന്ന് മനസ്സിലായില്ല. ഒന്നും പറയാനില്ല. അതാ എന്തെങ്കിലും പറയാനൊന്നും പറയില്ല. കാരണം വെച്ചാല് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഒരു കുഴപ്പം, അവര് എന്തെങ്കിലും കളർ നോക്കിയാൽ ഇഷ്ടപ്പെടും. അത് കുറച്ചാൾ കഴിയുമ്പോൾ പന്നലും ആയിപ്പോകും. ഇന്നലെ ട്യൂഷന് പോയില്ല. ഇന്നലെ നമ്മൾ അമ്മച്ചി വീട് വരെ പോയിരുന്നു. നാളെയും മറ്റന്നാളും ട്യൂഷൻ ഇല്ല. അതുകൊണ്ട് അവരവിടെ സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു കടയിൽ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത 2-3 കടയിൽ പോകും. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അലയുണ്ടല്ലോ എന്നും വിചാരിച്ചു.
അതുകൊണ്ട് ഇട്ടാട്ടോ. അപ്പോൾ ഇതേ നമുക്ക് കട എത്തി. അപ്പോൾ ആദ്യം എനിക്ക് ഡ്രസ്സ് എടുക്കാം. ഒന്നും ബഡ്ജറ്റ് പറ. ബഡ്ജറ്റ് എന്തുവാ? എനിക്ക് 300 രൂപയുടെ ചുരിദാർ. എനിക്ക് 300 രൂപയുടെ ചുരിദാർ. അണ്ണൻ എന്താ വേണം? എനിക്കൊരു ടീഷർട്ട്. സാധാരണ ടീഷർട്ട് മതി. ഈ വട്ടം ഷർട്ട് വേണ്ട, കാരണം അണ്ണൻ പറയാ ഷർട്ട് കുറെ. ഞാൻ ടീഷർട്ടാണ് കൂടുതൽ ഇടാറ്. നമുക്ക് ടീഷർട്ട് മതി. ആ കട എത്തി, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അമ്മയ്ക്ക് ടോപ്പ് ഇതുപോലെ അമ്മ ഈ ഇട്ടേക്കുന്ന പോലെ ഉള്ള ഇത് മതി എന്ന് പറഞ്ഞ അമ്മ നോക്കാട്ടോ. അപ്പം സാധാരണ എൻ്റെ ഫോൺ കാറി വെച്ച് മറന്ന് അത് എടുക്കാൻ പോരാ, ബില്ലടക്കണ്ടേ നമുക്ക്. അങ്ങനെ അതെടുക്കാൻ പോയി. നോക്കിട്ട് കൊള്ളാമെന്ന് പിടിച്ചു നോക്കി. ഇങ്ങനെ ഓ കൊള്ളത്തില്ല. അണ്ണൻ പറയാ ഞാൻ ഇതുപോലത്തെ എടുക്കാൻ. എനിക്കത് വേണ്ട. എനിക്ക് ഷാളും പാൻറ്റും കൂടെ ഉള്ളത് മതി. ഇല്ലെങ്കിൽ പിന്നെ ഇനി ഷാളും പാൻറ്റും തിരക്കി നടക്കണം അണ്ണേ. അല്ലാതെ നമുക്ക് സേഫായിട്ട് കിടക്കുന്ന ഞാൻ ചില സമയം ഞാൻ മനസ്സിൽ പലതും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഡിസ്പ്ലേ കാണും, ഡിസ്പ്ലേ കണ്ടിട്ട് വരും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം കിട്ടത്തില്ല. ഇത് വേണ്ട. അതുമല്ല കയ്യില്ലാത്ത തന്നെ എനിക്ക് തയ്ക്കാനുള്ളതുകൊണ്ടേ വലിയ കുഴപ്പമില്ലല്ലോ. അല്ല ബ്ലാക്കല്ല, മോഡലും കുഴപ്പമില്ലല്ലോ. അയ്യോ എൻ്റെ അമ്മേ, പാൻറ്റും വലിയ കുഴപ്പമില്ല. ചേച്ചി വേറെ കളർ തരുമോ? ഞാൻ എന്നോ ഡിസ്പ്ലേ കണ്ടത്, പക്ഷെ അത് ആഗ്രഹിച്ചാണ് വരുന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്. ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് ഒത്തിരി ഉണ്ട്. ചേച്ചി എനിക്ക് സ്കൈ ബ്ലൂവോ വൈറ്റ് ഒട്ടും വേണ്ട. വെട്ടില്ല ചേച്ചി, ഇതുള്ള മോണ്ണെ ചേച്ചി. വേറെ കളറുണ്ടോ ചേച്ചി? വേറെ കളറോ? ഈ കളർ ഇപ്പം തന്നെ സമയം 5:30 ആയിട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നൂസിൻ്റെ മോണ്ടൻ്റെ ട്യൂഷൻ കഴിയാനായി. അപ്പോൾ കുഞ്ഞുങ്ങളെ അണ്ണൻ പറഞ്ഞു എന്നോട് നീ കടയിൽ തന്നെ വെയിറ്റ് ചെയ്യും, നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പൊന്നൂസിൻ്റെ മോണ്ടനെയും ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് അമ്മായും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അമ്മായും കൊണ്ട് വീട്ടിലാക്കാം. പിന്നെ പൊന്നൂസിൻ്റെ മോണ്ടനെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ട് അടങ്ങിയിരിക്കും. ഞാൻ വന്നാൽ അണ്ണന് തിരിച്ചിറങ്ങി വരാൻ പാടാട്ടോ. അപ്പോൾ എന്നെ പിരികം ത്രെഡ് ചെയ്യാൻ അമ്മ കടയിൽ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചണ്ണൻ അന്നേരം വരാം. അങ്ങനെ പൊന്നൂസിൻ്റെ മോണ്ടനെ അമ്മായും വീട്ടിലാക്കിയിട്ട് അണ്ണൻ ദേ വന്നു. ഇനി ഞങ്ങളുടെ ഡ്രസ്സ് എടുപ്പ് തുടങ്ങുകയാണ്. എനിക്കാണ് ഡ്രസ്സ് എടുക്കാൻ ഇത്രയും പാട്. 10 മണി എൻ്റെ എടുപ്പൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ദേ സാധാരണ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്ക് ദേ ലിഫ്റ്റ് പെട്ടെന്ന് അങ്ങ് തുറന്നു കേട്ടോ. അതാണ് ഞാൻ നിർത്തിയത്. അപ്പം എനിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ആ ചേച്ചി അത് ഗോഡൗണിൽ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് അണ്ണന് ഡ്രസ്സ് നോക്കാം. ഇതൊക്കെയാണ് ഇടാൻ പോകുന്നേ. ഫുള്ളാണെന്ന് തോന്നുന്നു അണ്ണന് നല്ലത്. ഫുള്ള് ലുക്ക് തോന്നുന്നത് നമുക്ക് ഫുള്ള് ടീഷർട്ടാണ്. വീട്ടിലൊക്കെ ഇടുമ്പോൾ അല്ലേ ഹാഫ് ഇടുന്നേ. ഫുള്ള് ഇപ്പം എന്നെ എത്ര നേരം എന്നൊക്കെ പറഞ്ഞ ആളാ. ഇനി അണ്ണം പെട്ടെന്ന് എടുത്തില്ലെങ്കിലാ നോക്കിക്കോണേ. അയ്യോ ചെറുതാന്ന്. അതിൻ്റെ വലുത് ഓക്കെ ഏട്ടാ. അത് പക്ഷേ കൊള്ളാരെന്നാണ് അണ്ണന് ചേരുമായിരുന്നു. ആ കൊള്ളാം. ഇട്ട് നോക്കാനാടി, ട്രയൽ നോക്കാനാ. കൊള്ളാം കൊള്ളാം, പോയി ഇട്ട് നോക്കിട്ട് വാ. എൻ്റെ പഴയ വീട്ടിൽ ഇടുന്ന ഉടുപ്പ് പോലെ ഉണ്ട്. ഇറക്കമൊക്കെ ഇത്ര മതി. പിന്നെന്തുവാ താഴെ വരെ കിടക്കണോ? ഇനിയുണ്ടോ ഇട്ട് നോക്കാൻ? ഇതുപോലുള്ള ഇതെടുക്കുക. അതൊക്കെ അതാ ഇഷ്ടം. ഷോർട്സ്, ജീൻസ് അങ്ങനെയുള്ള. ദാണ്ട് വേറെ കളർ ഉണ്ടെണ്ണേ. ബ്ലാക്ക് നമ്മുടെ ഉണ്ട്, വേറെ കളർ എടുക്ക്. വലുത് നോക്കട്ടെ. മൂന്നൂട്ടനാ. ആ റെഡ് കൊള്ളാന്ന് തോന്നുന്നു. ആ അതും കൊള്ളാം. ദേ ആ ഓറഞ്ച് കൊള്ളാന്നല്ലേ ഇരിക്കുന്നത്. അത് രണ്ടും കൊള്ളാം. പൊന്നൂസിന് ഡ്രസ്സ് എടുത്തു. പൊന്നൂസിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതും അത് തന്നെ വരുന്ന പാൻറ്റും. എത്ര നേരം തിരക്കിയിട്ടാണ് കിട്ടിയെന്നറിയോ? ദേ മോനൂട്ടന്നെ ടീഷർട്ട് എടുത്ത് പാൻറ്റ് തിരക്കുവാണ്. അപ്പം വയ്യ എലഞ്ഞ് ഈ ഡ്രസ്സ് എടുക്കാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാതിരുന്ന കാരണം കണ്ടോ. നമ്മൾ തപ്പി നമ്മുടെ ഉപ്പാട് വന്നു. എന്നാ ഇതിനനുസരിച്ച പാൻറ്റ്. വേറെ കളർ ഏതാ നല്ലത്? എനിക്കും എന്തോ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇത് എടുക്കട്ടെ. ഇറങ്ങി
അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്നും പറയണ്ട. സമയം 4:30 ആയപ്പോൾ ഞങ്ങൾ ഈ സാധനത്തിനകത്ത് കടയ്ക്കകത്ത് കയറിയതാ. സമയത്ത് തന്നെ 7:05. അയ്യോ, ഇടയ്ക്ക് പൊന്നൂസിനെയും മോനുകുട്ടനെയും അണ്ണൻ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് അമ്മായെയും കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിലാക്കിയിട്ടാ വന്നത്. അതിനിടെ മോനോട്ട് വിളിച്ച് എല്ലിയണ്ണേ വിളിച്ച്, അത്ത എവിടെയാ, അമ്മ എന്തോ ചെയ്യുന്നു, വേഗം വാ എന്നൊക്കെ പറഞ്ഞത്. അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സത്യം പറഞ്ഞാൽ ഇതാണ് മുഷിപ്പാണ്. നമുക്ക് ഇങ്ങനെ തിരക്കണം കിട്ടത്തെ നമ്മളെ മനസ്സിൽ ആലോചിക്കുന്ന പെരുന്നാളൊന്നും വേണ്ട, ഒന്നും എടുക്കണ്ട, നൈറ്റി എടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞു. അതുമല്ല, ഞാൻ ഇവരെയൊക്കെക്കാളും ഭയങ്കര വിലയുള്ള പുള്ളിയാട്ടോ. കാരണം എന്റെ ഡ്രസ്സിനാണ് വില, ഇവരുടെയൊക്കെ ഡ്രസ്സിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഏകദേശം 3 രൂപ അടുപ്പിച്ചായതല്ലേ. ഇത് എനിക്ക് മാത്രമായി 3 രൂപ. അതാണ് പ്രശ്നം. അണ്ണനും മക്കൾക്കും എല്ലാവർക്കും കൂടെ 3 രൂപ, എനിക്ക് മാത്രം 3 രൂപ. ഞാൻ അന്നേരം അണ്ണൻ്റെ അടുത്ത് പറയാം, ഞാൻ ഭയങ്കര വിലയുള്ള സംഭവമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ടൊരു ഡ്രസ്സ് നല്ല, എനിക്ക് ആ കളർ ഇല്ലായിരുന്നു വലിയ, പക്ഷേ എന്തോ ചെയ്യാനാ, അതിന്റെ പാഞ്ച് ഭയങ്കര ഒരു ഇതുപോലെ ഭയങ്കര വണ്ണം തോന്നിക്കുന്നു. അങ്ങനെ അതും കൂടി ഇപ്പം എടുത്ത ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, ഒതുങ്ങി കിടക്കുന്നു. ആ കളറും എനിക്ക് വലിയ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നത് ആ ചുരിദാർ പന്നലായിപ്പോയി. വൈൻഡപ്പ് ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ സാധാരണ ശനിയാഴ്ച പുറത്ത് പോവല്ലോ, അതുപോലെ അണ്ണനെ എല്ലാവരും അങ്ങനെ കമന്റ് ഇടുന്നുണ്ടാ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാ ശനിയാഴ്ചയും പോലെ പുറത്ത് പോകും. ഇന്നിപ്പോൾ അമ്മ ഉണ്ട് വീട്ടില്, ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അനിയനും അത്തായും എല്ലാം ഗൾഫിലാണ്. അപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് പെരുന്നാളൊന്നുമില്ല, കാരണം എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെയും പെരുന്നാൾ കൂട്ടിട്ട് അവിടെ പോവും, അണ്ണൻ്റെ അക്കാടെ വീട്ടിൽ പോവും, വീട്ടിൽ പോവും, എല്ലാം പോവും. അപ്പോൾ ഈ വട്ടം അമ്മായി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ കൂടിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് പിള്ളേരെ ഒരുക്കിയിട്ട് ഞങ്ങളൊരു ഫിലിമിന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോകും, കുഞ്ഞുങ്ങളെ ഹാപ്പി ആക്കണമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരും. അപ്പോൾ മുത്തുമണീസ് നമുക്ക് നേരെ വീട്ടിൽ പോകാൻ ഭയങ്കര ഒരു നാരങ്ങാവെള്ളം കുടിക്കാതെ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, കട നോക്കുകയാണ് കേട്ടോ. എനിക്ക് കൈ കിടക്കുന്ന വെക്കട്ടെ. താങ്ക്സ് എൻ്റെ പൊന്നേ. വെരിഞ്ഞ് പൊരിഞ്ഞ് ഒരു പരുവായി. നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഇടയിലൊക്കെ കുറേ നേരം നിൽക്കുമ്പോൾ നമുക്കൊരു വിയർപ്പ് മുട്ടലുണ്ടാവുമല്ലോ, അതായിരുന്നു ഈ പെരുന്നാളൊക്കെ ആയതുകൊണ്ട്. എന്നാലും ഒരുപാട് ആളൊന്നുമില്ല, എങ്കിലും ആളുണ്ടായിരുന്നു, കുറച്ച് ആളുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് നേരെ പൊന്നൂസിനെ മോണ്ടനെ കാണാം. അണ്ണൻ വീട്ടിലൊന്നും ആരുമില്ല ഫ്രണ്ട്സ്. ഞാനിവിടെ വന്നാൽ ഈ ചെരുപ്പം കൂരും കേട്ടോ, ഹീലായതുകൊണ്ടേ എൻ്റെ നടുവൊക്കെ ഓടിയും. അയ്യോ, സിറ്റ് ഔട്ടിലൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല. അമ്മായി കൊണ്ടുവന്നിട്ട് അമ്മായി പിള്ളേർ അടിച്ചൊതുക്കിയ. ആരുമില്ലേ ഈ വീട്ടിൽ? എനിക്ക് അന്നേരേ തോന്നി ഇവിടെ ഈ ഫോണും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കുമോന്ന്. പോവാ നമുക്ക്. ഇത് അമ്മ ചെരുപ്പ് വീഴുമെന്ന് പറഞ്ഞോണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നോ? കിങ്ങണി എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നോ? കിങ്ങണിയേ മോണ്ടൻ്റെ ചെരുപ്പ് കാറിലുണ്ടോ? അപ്പോൾ അതേ നമ്മൾ ഫിലിമിന് പോയി ഇറങ്ങി. കിങ്ങണി മാത്രമേ ഉള്ളൂ ഇനി വീട്ടിൽ കേട്ടോ. കിങ്ങണി ഇങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുവാണ്. ഉച്ചയ്ക്ക് മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാവരും കഴിച്ച് കിങ്ങണിയും കഴിച്ചപ്പോൾ തീർന്നു. ഇനി വൈകിട്ട് മീനിന് നമ്മളെവിടെ പോകാനാണ്? ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പം നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ചിക്കനൊക്കെ ഇച്ചിരി ഞാൻ ടിഷ്യൂവിലൊക്കെ പൊതിഞ്ഞുകൊണ്ടൊന്ന് കൊടുക്കും കേട്ടോ. ഇന്നും അതുപോലെ ഇച്ചിരി പൊതിഞ്ഞുകൊണ്ടൊന്ന് കൊടുക്കാം. നമ്മളിപ്പം രാത്രി 12 മണിക്കാണ് വരുന്നതെങ്കിലും ഈ പെണ്ണ് വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ കാണും. കഥ തുറന്ന് ലൈറ്റ് ഇട്ടാൽ ചാടി കയറി വരും. കയറാം, കയറട്ടെ. അവിടെ മുന്നോട്ടും കയറിയാ പോവാ. അപ്പോൾ ദേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. സമയം ഇപ്പോൾ ഇവിടെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് എഴുന്നേറ്റത്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫാൻസി കട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അണ്ണനോട് പറഞ്ഞ് ഫുഡ് വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വരാം, വെറുതെ നമുക്ക് സമയം കളയണ്ടല്ലോ. അങ്ങനെ ഞാൻ ദേ അപ്പുറത്ത് വന്ന് നമ്മുടെ പൊന്നൂസിന് ഒരു റോസ് ഗോൾഡിൻ്റെ മാല എടുക്കുകയാണ്. കുറേ നോക്കി കേട്ടോ, എല്ലാം കൊള്ളാം, എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എടുക്കണ്ടേ. പൊന്നൂസിൻ്റെ മാല എപ്പോഴും പൊട്ടിപ്പോവും. പിന്നെ ഗോൾഡ് സ്കൂളിൽ ഇട്ട് കൊടുക്കാനും പറ്റില്ല. ഈ മോനൂട്ടനും പൊന്നൂസും കളിക്കുമ്പോൾ അവൻ തന്നെ വലിച്ച് പൊട്ടിക്കും. അങ്ങനെ മിക്ക മാലകളും പൊട്ടും. എനിക്ക് ഈ കൊളാബ് കിട്ടുന്നതൊക്കെ ഞാൻ പൊന്നൂസിനാണ് ഇട്ട് കൊടുക്കുന്നത്, എന്നാലും നീണ്ടു നിൽക്കും.
പറ്റൂല, എല്ലാം പൊട്ടും. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക് എടുത്തു. പിന്നെ കമ്മൽ തിരക്കുമായിരുന്നു. നമ്മുടെ പുതിയ ചുരിദാറിൻ്റെ ചേരുന്ന കമ്മൽ കുറേ നോക്കി. എനിക്ക് പിന്നെ ജിമിക്ക് ഇഷ്ടമല്ല, ജിമിക്ക് എനിക്ക് ചേരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊച്ചിലേ ഞാൻ ഇടത്തില്ല. അങ്ങനെ ഈ ഒരു കമ്മലെടുത്തു. നല്ല രസമുള്ളൊരു കമ്മലായിരുന്നു. അങ്ങനെ ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇതേ ഫുഡൊക്കെ വന്ന് എല്ലാവരും പകുതി കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാനും ചാടിക്കയറി ഇരുന്നു. നല്ല ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈയും അതുപോലെ ബീഫ് റോസ്റ്റും ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഗ്രേവി കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് മൊത്തം ഉച്ച കഴിഞ്ഞ് നമ്മളൊരു 4 മണി തൊട്ടേ ഞാനും അണ്ണനും അലച്ചിലാണല്ലോ, തുണിക്കടയും ബഹളവും. എൻ്റെ പൊന്നെ തലയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല പെരുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൊന്നൂസിൻ്റെ സ്വഭാവമാണ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റൊക്കെ ഇങ്ങനെ മേളിയാക്കി വയ്ക്കും. വീട്ടിലാണെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് വെക്കുന്നു പറഞ്ഞാൽ അവൾ എന്നെ നോക്കി 2-3 വട്ടം മൂളും. ഇതുപോലെ കടയിലൊക്കെ വന്ന് ജോലി ചെയ്യാൻ ഭയങ്കര മിടുക്കാണ്. ഇതുപോലെ നമ്മളങ്ങനെ തിയേറ്ററിലെത്തി. പൊന്നൂസിന് ചെറിയൊരു പല്ല് വേദന കേട്ടോ. അതാ ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങൾ മുട്ടായി തിന്നു പല്ല് വേദന. അപ്പോൾ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തു. അതാ ഇങ്ങനെ സൈലൻറ്റ് ബേബി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിയേറ്ററിലെത്തി. നമുക്ക് അകത്തോട്ട് പോവാം. നമ്മൾ കാണുന്ന ഫിലിം തമിഴ് ഫിലിമാണ് കേട്ടോ, സേതുപതിയുടെ ഫിലിം. ഈ സിനിമയല്ല, ഗോളം. ഇതല്ലടി, നമ്മൾ വേറൊരു പടമാണ് കാണുന്നത്. അമ്മ അകത്തോട്ട് തമിഴായിട്ട് ഇത് അകത്ത് എവിടെയെങ്കിലും ഒരു പോസ്റ്റർ കാണും. അമ്മ കാണിച്ചു തരാം. ഇല്ല അതല്ല, അമ്മ നോക്കട്ടെ. അതൊന്നും അല്ല, അമ്മ കാണിച്ചു തരാം. ബാ. അപ്പോൾ ദേ ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടി കയറാൻ പോവാണ്. ദേ പൊന്നൂസും അമ്മായും വരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി. വന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് ഇട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചു, വൈൻഡപ്പ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇനി കൺമഷിയൊക്കെ തൂത്ത് തുടച്ച് കളഞ്ഞിട്ട് മുഖമൊക്കെ കഴുകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകാൻ നേരം പെട്ടെന്ന് ആലോചിച്ചു. അപ്പോൾ അമ്മയുടെ ഷാൾ ഇവിടെ കിടന്ന് പെട്ടെന്ന് എടുത്തിട്ടിട്ട് അങ്ങ് വൈൻഡപ്പ് പറയാമെന്ന് വിചാരിച്ചു. അണ്ണൻ കയ്യിൽ കൊടുത്തുകൊണ്ട് നിൽക്കുക. അതൊക്കെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നത്? ഓ കണ്ടാലും മതി ഈ കോല. പൊന്നൂസും മോനുകുട്ടനും ഇറങ്ങി, അമ്മായി അകത്ത് കിടക്കാണ്. അടിപൊളി പടമായിരുന്നില്ലേ അണ്ണേ? അടിപൊളി പടം. ആ പടത്തിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. നല്ല പടം, അടിപൊളി ആദ്യം തൊട്ട് അവസാനം വരെ അടിപൊളിയാണ്. നല്ല കഥയുള്ള പടം. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായിട്ടാണ്. നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അങ്ങനെയുള്ള അടിപൊളി പടം. ഇങ്ങനെയുള്ള പടമൊക്കെ കാണുന്നത്, കഥയുള്ള പടങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളെ സാറ്റർഡേ ഇങ്ങനെ പോയി ഞാൻ പെരുന്നാൾ ഷോപ്പിംഗ് ആയിട്ട് എടുത്തതാണ്. അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയി അല്ലേ അണ്ണേ? പോട്ടെ, സാരമില്ല. അപ്പം മുത്തുമണി നമുക്കിനി പെരുന്നാൾ വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാ. അപ്പം ടാറ്റാ. എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ, ഞാനും കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. അല്ലെങ്കിലും നമ്മൾ 9:30-ക്കാണ് വീഡിയോ ഇടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ടാറ്റാ.